ആരോ ഒരാൾ ഭാഗം 16. കുടുംബത്തിലേക്ക് ഒരു പുതിയ മരുമകൾ വന്നു കയറിയ ആ നിമിഷം അതുവരെ യാതൊരു കുഴപ്പവുമില്ലാതിരുന്ന മാവ് പെട്ടെന്ന് ഒടിഞ്ഞു വീണിരിക്കുന്നു. നിമിത്തം വിളിച്ചു പറയുന്നത് ദുസൂചനയാണ്. ആഘോഷമേളങ്ങൾ നിറഞ്ഞു നിന്ന വീട് പെട്ടെന്ന് നിശബ്ദമായി. അന്തരീക്ഷം ഇരുണ്ടുമൂടി. ഒരുതരം ഭയം അവിടെ തളം കെട്ടി നിന്നു. ഡോക്ടർ വർഗീസിന്റെ മനസ്സിൽ വല്ലാത്ത സംഘർഷം നിറഞ്ഞു. വിവാഹത്തിനുണ്ടായിരുന്ന ആ മനുഷ്യൻ അത് അയാളാണെങ്കിൽ ഒരുപക്ഷെ ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതം. ചിന്തകൾ അദ്ദേഹത്തെ അലട്ടി. ഇത് വെറും തുടക്കം മാത്രം. ഏതോ വലിയ ദുരന്തത്തിന് മുന്നോടിയായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഓരോ അനർത്ഥങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത്. ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ ചില കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീടുള്ള ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളൊന്നും തങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് എല്ലാം മാറി മറിയാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ, വല്ലാത്ത ഒരു ഭയം അദ്ദേഹത്തെ ഗ്രസിച്ചു. വലത് കാൽ വെച്ച് പുതിയ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ അനർത്ഥം പോലെ ഇങ്ങനെയൊരു സംഭവം. അത് ജാസ്മിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. അവൾ കരച്ചിലിൻ്റെ വക്കത്തായി. അവൾ ഒരു തേങ്ങലോടെ മുഖം കുനിച്ചു നിന്നു. അവളുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന റോഷൻ പെട്ടെന്ന് സമനില വീണ്ടെടുത്തു. എന്താ ഇത്? ഒരു മാവിൻ്റെ കൊമ്പ് ഒടിഞ്ഞു വീണതിനാണോ നിങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്? ആ കൊമ്പ് നേരത്തെ തന്നെ ഒടിഞ്ഞു നിന്നതാ. ആരെയെങ്കിലും കൊണ്ട് ഒന്ന് വെട്ടിക്കണമെന്ന് ഡാഡി എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഞാനാ മറന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവൻ തന്നെ താഴേക്ക് വന്ന് ആ പണി ലാഭമാക്കി. അവൻ പെട്ടെന്ന് ചിരിയോടുകൂടി പറഞ്ഞു. മെർലിൻ വല്ലാത്ത അത്ഭുതത്തോടെ അവനെ നോക്കി. ഹൃദയം തകർന്നു പോകുന്ന വേദനകളിൽ കൂടിയാണ് അവൻ കടന്നു പോകുന്നത്. എങ്കിലും ജാസ്മിൻ്റെ സങ്കടത്തെ മറികടക്കാനും അവളെ ആശ്വസിപ്പിക്കാനുമുള്ള അവൻ്റെ ശ്രമം അതവളിൽ വല്ലാത്ത അത്ഭുതമുണ്ടാക്കി. പ്രണയം അത് സുന്ദരമാണ്. അത് ആർക്കാരോട് വേണമെങ്കിലും തോന്നാം. തിരിച്ചു കിട്ടാൻ നമുക്ക് വാശി പിടിക്കാനാകില്ലല്ലോ. പക്ഷേ ഒരുമിക്കാനാവില്ലെന്ന് ഉറപ്പുള്ള പ്രണയത്തിൽ പോലും പ്രണയിനിയെ കൈവിടാതെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന റോഷനെ പോലെ ഒരാൾ. അവനെ അല്ലേ ആണെന്ന പേരിട്ട് വിളിക്കേണ്ടത്, മെർലിൻ ഓർത്തു. താൽക്കാലികമായി ഉണ്ടായ സ്തംഭനാവസ്ഥ പെട്ടെന്ന് മാറി. എല്ലാവരും വീണ്ടും ഉന്മേഷത്തിലായി. സമയം പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നു. റോഷൻ വാച്ചിൽ സമയം നോക്കി. മണി 9 ആകാറായിരിക്കുന്നു. 11 മണിക്കാണ് ട്രെയിൻ. അവൻ പെട്ടെന്ന് മെർലിനെ നോക്കി. എന്നിട്ട് മനസ്സിൽ ഉറപ്പിച്ച കാര്യത്തിനായി വർഗീസിനെ സമീപിച്ചു. ഡാഡി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. റോഷൻ വാ തുറക്കുന്നതിന് മുൻപ് തന്നെ വർഗീസിൻ്റെ ഫോൺ ബെല്ലടിച്ചു. 1 മിനിറ്റ് എന്ന കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് വർഗീസ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. എല്ലാവരുടെയും കണ്ണുകൾ വർഗീസിൽ തറഞ്ഞു നിന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ ആകാംക്ഷയോടെ എല്ലാവരും ശ്രദ്ധിച്ചു. ഓ നോ, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാമോ? ഇന്ന് സച്ചുവിൻ്റെ വിവാഹമായിരുന്നു. ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് വരിക അസാധ്യമാണ്, വർഗീസ് പറഞ്ഞു. മറു സൈഡിൽ നിന്നും പറയുന്ന വാക്കുകൾ ഒട്ടും അനുകൂലമല്ലെന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്നും എല്ലാവർക്കും വായിച്ചെടുക്കാനായി. ആ കണ്ണുകൾ കുറുകി. മുഖം കൂടുതൽ ഗൗരവഭാവത്തിലായി. ഗെറ്റ് റെഡി ദ തിയേറ്റർ. ഐ വിൽ കം വിത്ത് സച്ചിൻ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. എന്താ ഡാഡി, എന്തു പറ്റി? എന്തെങ്കിലും എമർജൻസിയാണോ? വർഗീസിൻ്റെ മുഖം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സച്ചിൻ പെട്ടെന്ന് ചോദിച്ചു. സോറി സച്ചു, ഇപ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലെത്തണം. വളരെ എമർജൻസിയാണ്. ഒരു ആക്സിഡൻ്റ് കേസ്. പേഷ്യൻറ്റിൻ്റെ വാരിയെല്ലുകൾ പലതും ഒടിഞ്ഞിട്ടുണ്ട്. അവിടെയല്ല പ്രശ്നം. അതിലൊരെണ്ണം ഹാർട്ടിൻ്റെ ഭാഗത്തേക്ക് തുളച്ചു കയറിയിട്ടുണ്ട്. ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു കാർഡിയക് സർജൻ്റെ സഹായം കൂടിയേ തീരൂ. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാവുന്ന സാഹചര്യവുമല്ല. പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും അല്പം മോശമാണെന്നാണ് പറഞ്ഞത്. വർഗീസ് ക്ഷമാപണത്തോടെ പറഞ്ഞു. ഇതിലിപ്പോൾ സോറി പറയാൻ എന്തിരിക്കുന്നു ഡാഡി? അതെൻ്റെ കടമയല്ലേ. ഡാഡി വിഷമിക്കേണ്ട, ഞാൻ പെട്ടെന്ന് പോകാം. സച്ചിൻ പോകാനായി എഴുന്നേറ്റു. ഡാഡി, ഞാൻ പോയിട്ട് വരാം.
ഇപ്പോൾ ഇവിടുന്ന് ഡാഡി കൂടി മാറിയാൽ മറ്റുള്ളവരൊക്കെ എന്തു വിചാരിക്കും? മുന്നോട്ട് നടന്നുകൊണ്ട് സച്ചിൻ പറഞ്ഞു. വാതിൽക്കൽ വരെ ചെന്നിട്ട് സച്ചിൻ എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞ് ജാസ്മിനെ നോക്കി. നിറഞ്ഞ കണ്ണുകളോടെ ഇരിക്കുന്ന അവളുടെ അവസ്ഥ സച്ചിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് ജാസ്മിൻ്റെ അടുത്തേക്ക് വന്നു. അവളുടെ കൈകളിൽ പിടിച്ചു. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ഇതൊക്കെയാണ് ഡോക്ടേഴ്സിൻ്റെ അവസ്ഥ. താൻ ഇന്നു മുതൽ ഈ ഡോക്ടറുടെ ഭാര്യയല്ലേ? അതുകൊണ്ട് കണ്ണ് നിറയ്ക്കാതെ മിടുക്കിയേ ഇരിക്കണം കേട്ടോ. അവളെ നോക്കി കുസൃതി ചിരിയോടെ അത് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് നടന്നു. റോഷൻ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരുതരം പകപ്പിലായിരുന്നു. സച്ചുവേട്ടനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ മുംബൈ വരെ പോകണമെന്ന്. അതുകൊണ്ട് തന്നെ കാറിൽ കയറും മുൻപ് അവനെ ചേർത്ത് പിടിച്ച് കൈകൾ കൊണ്ട് ഉമ്മ കൊടുത്ത് സച്ചിൻ പാഞ്ഞുപോയി. ഡാഡി, എനിക്ക് അത്യാവശ്യമായി ഒന്ന് മുംബൈ വരെ പോകണമായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച വിനീതിനെ ഓർമ്മയില്ലേ? അവന് ഒരു ആക്സിഡൻറ്റ്. അല്പം സീരിയസ് ആണെന്നാണ് പറഞ്ഞത്. ആ വീടിനുള്ളിൽ തളം കെട്ടി നിന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് റോഷൻ ഡാഡിയോട് പറഞ്ഞു. റോഷ്, ഈ സമയത്ത് നീ കൂടെ ഇവിടെ നിന്ന് പോയാൽ സച്ചുവിൻ്റെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവന് ഹണിമൂണൊക്കെ പോകണ്ടേ? എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? വർഗീസിൻ്റെ സ്വരമിടറി. ഡാഡി, റോഷ് പറഞ്ഞത് സത്യമാ. ഞാൻ മുമ്പേ ലീലാവതി ഹോസ്പിറ്റലിൽ വിളിച്ചന്വേഷിച്ചിരുന്നു. നവീൻ, അവൻ വെന്റിലേറ്ററിലാണ്. മരിക്കുന്നതിന് മുമ്പ് അവനെ ഒന്ന് കാണണമെന്ന് റോഷനും താല്പര്യമുണ്ടാകുമല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ അവന് പോകാനായി 11 മണിയുടെ ദുരന്തോ എക്സ്പ്രസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വിവാഹത്തിൻ്റെ സന്തോഷത്തിലായിരുന്നല്ലോ, അതുകൊണ്ട് മറ്റാരോടും പറഞ്ഞില്ല എന്ന് മാത്രം. മെർലിൻ റോഷനെ സപ്പോർട്ട് ചെയ്യാനായി പറഞ്ഞു. അവൻ പൊയ്ക്കോട്ടെ, ഇവിടെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാകേണ്ടത്. ഫെർണാണ്ടസ് കൂടി പിന്തുണച്ചപ്പോൾ വർഗീസ് മറുത്തൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ റോഷൻ മെർലിനോടൊപ്പം പുറത്തേക്ക് നടന്നു. ജാസ്മിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. ഇത്ര നേരവും ഇനി ഈ വീട്ടിൽ റോഷനോടൊപ്പം എങ്ങനെ കഴിയും എന്ന കൺഫ്യൂഷനിലായിരുന്നു. ഒന്നുമല്ലെങ്കിലും കുറേ അധിക കാലം സ്നേഹിച്ചതല്ലേ. ഈ യാത്ര രണ്ടുപേർക്കും ആശ്വാസമാണ്, ജാസ്മിൻ മനസ്സിലോർത്തു. യാത്ര തിരിക്കുന്നതിന് മുൻപ് റോഷൻ പതിവില്ലാതെ മമ്മിയെയും ഡാഡിയെയും കെട്ടിപ്പിടിച്ച് ഓരോ ചുംബനങ്ങൾ നൽകി. എന്തുവാടാ ഇത്? പുതിയ ചേട്ടത്തിയമ്മ വന്നപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ നടത്തുന്നു. പതിവില്ലാത്തതുപോലെ ചില സ്നേഹപ്രകടനങ്ങൾ. മകനെ ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ ചുംബിക്കുമ്പോൾ വർഗീസ് അത് പറഞ്ഞ് ചിരിച്ചു. അതുകൂടി കേട്ടപ്പോൾ മെർലിന് സങ്കടം സഹിക്കാൻ വയ്യാതായി. അവൾ അപ്പോൾ തന്നെ പുറത്തേക്ക് നടന്നു. വണ്ടി നീ ഓടിച്ചാൽ മതി. കാറിൻ്റെ കീ മെർലിന് നേരെ എറിഞ്ഞുകൊണ്ട് റോഷൻ കോ ഡ്രൈവർ സീറ്റിലേക്കിരുന്നു. മരവിച്ച മനസ്സോടെ മെർലിൻ വണ്ടി മുന്നോട്ടെടുത്തു. റോഷൻ പുറത്തെ കാഴ്ചകളിലേക്ക് തിരിഞ്ഞു. മെർലിൻ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സാവധാനം വണ്ടി ഓടിച്ചു. പെട്ടെന്ന് മെർലിൻ്റെ കാലുകൾ ബ്രേക്കിൽ അമർന്നു. വണ്ടി വലിയൊരു ശബ്ദത്തോടെ ഉരഞ്ഞു നിന്നു. ആ കാഴ്ചയുടെ ഞെട്ടലിൽ മെർലിൻ പെട്ടെന്ന് റിവേഴ്സ് ഗിയറിൽ വണ്ടിയിട്ട് വണ്ടി പുറകോട്ടെടുത്തു. റോഷൻ അവളുടെ പ്രവൃത്തിയെ അമ്പരപ്പോടെ നോക്കുമ്പോൾ അവൾ വാഹനം നിർത്തി പുറത്തേക്ക് ഓടുകയായിരുന്നു. ഹേയ് മെർലിൻ, താനിതെങ്ങോട്ടാ പോകുന്നത്? സമയം വൈകും. അത് പറഞ്ഞുകൊണ്ട് റോഷൻ അവൾക്ക് പിന്നാലെ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവിടെ കണ്ട കാഴ്ചയിലേക്ക് ഒന്നും നോക്കാനേ അവന് സാധിച്ചുള്ളൂ. അവൻ്റെ ഉള്ളിൽ നിന്നും ഒരലർച്ച പുറത്തേക്ക് വന്നു. വലിയൊരു ആക്സിഡൻറ്റിൻ്റെ ബാക്കിപത്രം പോലെ സച്ചുവിൻ്റെ കാർ കുറേയേറെ തകരക്കഷ്ണങ്ങൾ മാത്രമായി ആ വഴിയരികിൽ ചിന്നിച്ചിതറിക്കിടക്കുന്നു. ആ കാറിനെ ഇടിച്ചു തെറിപ്പിച്ചതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വലിയ നാഷണൽ പെർമിറ്റ് ലോറി ഒരു സൈഡിലായി മറിഞ്ഞു കിടക്കുന്നു. ഭീതിയുടെയും ദുരന്തത്തിൻ്റെയും ഗന്ധം ആ അന്തരീക്ഷത്തിൽ തളം കെട്ടി നിന്നു. എൻ്റെ സച്ചുവേട്ടൻ, അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. കത്തിക്കരിഞ്ഞ മനുഷ്യ ശരീരത്തിൻ്റെ ഗന്ധം തൻ്റെ മൂക്കിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ മെർലിന് തൻ്റെ കാലുകൾ തളരും പോലെ തോന്നി. അവൾ തളർന്നു പുറകോട്ട് പതിച്ചു. വല്ലാത്തൊരു ആന്തലോടെ റോഷൻ അവളെ താങ്ങി. അവളെ നിലത്ത് കിടത്തിയിട്ട് റോഷൻ വണ്ടിയിലേക്ക് ഓടി. വെള്ളം എടുത്തു കൊണ്ടുവന്ന് അവളുടെ മുഖത്തേക്ക് തളിച്ചു. അവൾ പതുക്കെ കണ്ണു തുറന്നു. ചുറ്റും നോക്കി. അല്പനേരം ആ സ്തംഭനാവസ്ഥയിൽ അങ്ങനെ തന്നെ ഇരുന്നിട്ട് ദുഃഖത്തിൻ്റെ ആഴത്തിൽ നിന്നും പെട്ടെന്ന് ശക്തി സംഭരിച്ച് അവൾ ചാടി എഴുന്നേറ്റു.
ആളുകൾ അവിടെ ഇവിടെ കൂടി നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ അവർക്കിടയിലേക്ക് കാറ്റുപോലെ പാഞ്ഞു ചെന്നു. എന്താ എന്താ ഉണ്ടായത്? പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന നാട്ടുകാർക്കിടയിലേക്ക് വിറയാർന്ന ആ ചോദ്യവുമായി ഒരു പെൺകുട്ടി എത്തിയപ്പോൾ അവർ അത്ഭുതത്തോടെ അവളെ നോക്കി. ഓ, എന്നാ പറയാനാ കൊച്ചേ, ഒരു ആക്സിഡൻറ്റ്. ഇതൊരു ഒഴിഞ്ഞ സ്ഥലമല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിഞ്ഞു വരാൻ അല്പം താമസിച്ചു പോയി. എന്നിട്ട് കാർ ഓടിച്ച അയാൾ എവിടെ? വ്യക്തമായി അറിയില്ല. പക്ഷേ ആ യാത്രക്കാരനെ ആരോ താങ്ങിപ്പിടിച്ച് മറ്റൊരു കാറിലേക്ക് കയറ്റുന്നത് നാട്ടുകാരിൽ ഒരാൾ കണ്ടിരുന്നു. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് സൈറൻ മുഴക്കി പാഞ്ഞു വന്ന് അവിടെ നിർത്തി. അതിൽ നിന്നും ഉദ്യോഗസ്ഥന്മാർ പുറത്തേക്കിറങ്ങുന്നത് അവൾ കണ്ടു. ഒരുപക്ഷെ അവർക്കെന്തെങ്കിലും അറിയാമായിരിക്കുമോ എന്നറിയാനായി മെർലിൻ അവരുടെ അടുത്തേക്ക് വിറയ്ക്കുന്ന കാലുകളോടെ നടന്നു. സർ, ഈ ആക്സിഡൻറ്റിൽപ്പെട്ട ആളെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? ഉദ്യോഗസ്ഥൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. അത് ഞാൻ ഡോക്ടർ മെർലിൻ, മാളികയ്ക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനാണ്. ഇതെൻ്റെ സച്ചുവേട്ടൻ്റെ കാറാണ്. അദ്ദേഹം പെട്ടെന്നൊരു എമർജൻസി സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോന്നതാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ അനിയനും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലായിരുന്നു. പെട്ടെന്നാണ് കാറ് കണ്ടത്. അവൾ വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ എന്ന് തോന്നിപ്പിച്ച ആളുടെ അടുത്തേക്ക് നടന്നു. സംസാരത്തിനിടയിൽ മേലുദ്യോഗസ്ഥൻ്റെ നെറ്റി ചുളിയുന്നതും ഭീതിയോടെ അവരെ നോക്കുന്നതും എല്ലാം അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തെന്നില്ലാത്ത ഭയം അവളുടെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി. സി ഡോക്ടർ, വണ്ടിയിലുണ്ടായിരുന്ന ആളെപ്പറ്റി ഞങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല. എങ്കിലും നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത് സച്ചു തന്നെ ആവാനാണ് സാധ്യത. പിന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അല്പം ഗുരുതരമാണ്. സഹകരണ മെഡിക്കൽ കോളേജിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചു നോക്കൂ. ആക്സിഡൻറ്റ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഇനി വേണം എല്ലാം അന്വേഷിക്കാൻ, ഉദ്യോഗസ്ഥൻ അവളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നിങ്ങൾ പറയുന്നത് ഡോക്ടർ സച്ചിനെയാണോ? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം ഇന്നായിരുന്നില്ലേ? പിന്നെ ഈ സമയത്ത് അദ്ദേഹം എവിടെ പോയതാ? ഉദ്യോഗസ്ഥൻ അവരോട് ചോദിച്ചു. അതെ, എൻ്റെ സച്ചുവേട്ടൻ തന്നെയാണ് നിങ്ങൾ പറയുന്ന സച്ചിൻ. പെട്ടെന്ന് ഒരു എമർജൻസി സർജറി ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫോം ചെയ്തിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അത് പറഞ്ഞപ്പോഴാണ് മെർലിന് പെട്ടെന്ന് ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തത്തെപ്പറ്റി ബോധം വന്നത്. അപ്പോൾ തന്നെ സഹപ്രവർത്തകനായ മറ്റൊരു ഡോക്ടറെ വിളിച്ച് മെഡിക്കൽ ട്രസ്റ്റിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒരു തൊറാസിക് സർജനെ അറേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെട്ടു. റോഷൻ ഒരുതരം സ്തംഭനാവസ്ഥയിലായിരുന്നു. എന്തു ചെയ്യണമെന്നോ ആരോട് എന്തു പറയണമെന്നോ യാതൊരു ബോധവുമില്ലാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ നിന്നു. ആ കാഴ്ച കണ്ടപ്പോൾ മെർലിൻ്റെ സങ്കടം അണപൊട്ടി. എങ്കിലും അവൾ പെട്ടെന്ന് തന്നെ ഉണർന്നു പ്രവർത്തിച്ചു. തൻ്റെ പ്രാണനാണ് തനിക്ക് മുൻപിൽ തകർന്നു നിൽക്കുന്നത്. റോഷൻ, നമുക്ക് സമയം കളയാനില്ല, പെട്ടെന്ന് പോകണം. അവൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാനായി തുടങ്ങിക്കൊണ്ട് റോഷനെ വിളിച്ച് ഉറക്കെ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവളുടെ കൈകളിൽ വല്ലാത്ത വിറയൽ ബാധിച്ചിരുന്നു. നെഞ്ചിടിപ്പ് ഭ്രാന്തമായി ഉയർന്നു. അപ്പോഴേക്കും ഉദ്യോഗസ്ഥരിൽ ഒരാൾ അവിടേക്കെത്തി ഉയർത്തി വെച്ചിരുന്ന വിൻഡോ ഗ്ലാസിൽ മുട്ടി. എന്താ സാർ, എന്തെങ്കിലും പറയാനുണ്ടോ? അവൾ ഞെട്ടലോട് ചോദിച്ചു. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ CPO കൂടെ വരും. എന്തായാലും നിങ്ങൾ തനിച്ചു പോകണ്ട. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ട ആഴത്തിലുള്ള അനുകമ്പ മെർലിന് ചില കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുത്തു. സച്ചുവേട്ടൻ്റെ അവസ്ഥ അത്രത്തോളം മോശമാണ്. ആ തിരിച്ചറിവ് അവളുടെ ഉള്ളിൽ തീവ്രമായ വേദനയായി പടർന്നു. തനിക്ക് ഒന്നും ചെയ്യാനാകില്ല. ഈ വാഹനം ഓടിക്കാൻ പോയിട്ട് അനങ്ങാൻ പോലും തനിക്കാകുന്നില്ല. ചിന്തയോടെ അവൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി. റോഷൻ ഒന്നും മിണ്ടാതെ തകർന്ന മനസ്സോടെ അവളുടെ പ്രവൃത്തിയെ നോക്കിക്കാണുകയായിരുന്നു. ബാക്ക് ഡോർ തുറന്ന് മെർലിൻ കാറിൻ്റെ പിന്നിലെ സീറ്റിലേക്ക് ഇരിക്കുന്നതും മറ്റാരോ വണ്ടി മുന്നോട്ട് നയിക്കുന്നതും യാന്ത്രികമായി നോക്കിക്കണ്ടുകൊണ്ട് അവൻ അനക്കമറ്റിരുന്നു. കഠിനമായ ഹൃദയവേദനയോടെ മെർലിൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു.
കണ്ണുനീർ തുള്ളികൾ നിയന്ത്രണമില്ലാതെ ഒഴുകിയിറങ്ങുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. എൻ്റെ ഈശോയെ, പരീക്ഷണങ്ങളരുതേ. ഏറ്റവും സന്തോഷം നിറഞ്ഞ എൻ്റെ സച്ചുവിൻ്റെ വിവാഹദിനം തന്നെ എന്തിനാ ആ പാവത്തിന് ഇതുപോലൊരു പരീക്ഷണം? അതിനു മാത്രം എൻ്റെ സച്ചുവേട്ടൻ എന്ത് തെറ്റാ ചെയ്തത്? അവൾ സ്വയം ചോദിച്ചു. ഹൃദയം തകരുന്ന വേദനയിലും അവളുടെ തേങ്ങലുകൾ അടക്കി പിടിച്ചതായിരുന്നു. ഡോക്ടർ ഹോസ്പിറ്റലിലെത്തി, ഇറങ്ങുന്നില്ലേ? സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് കാറിൻ്റെ സീറ്റിൽ തളർന്നിരുന്ന അവളോടായി ഉദ്യോഗസ്ഥൻ സൗമ്യമായി ചോദിച്ചു. ആ, ഇറങ്ങുക. അവൾ ധൃതി പിടിച്ച് കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ദാ അവിടെയാണെന്ന് തോന്നുന്നു ക്യാഷ്വാലിറ്റി, നമുക്ക് പെട്ടെന്ന് പോകാം. പുറത്തേക്ക് ഇറങ്ങിയിട്ടും അനങ്ങാനാവാതെ നിൽക്കുകയായിരുന്ന റോഷൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ക്യാഷ്വാലിറ്റി ലക്ഷ്യമാക്കി കുതിച്ചു. മാഡം, ആ വഴിയല്ല, ഇവിടേക്ക്. പെട്ടെന്ന് ആ പോലീസുകാരൻ മറ്റൊരു വഴിയിലേക്ക് കൈ ചൂണ്ടി. അവിടെയോ? 1-2 തവണ സഹകരണ മെഡിക്കൽ കോളേജിൽ പല കാര്യങ്ങൾക്കായി വന്നിട്ടുണ്ട്. അവിടെ ചിലതൊക്കെ അവൾക്ക് സുപരിചിതവുമാണ്. എങ്കിലും അയാളുടെ കൈകൾ നീണ്ട ആ കെട്ടിടം എന്താണെന്ന് തിരിച്ചറിയാതെ മെർലിൻ സംശയത്തോടെ നിന്നു. ഓ, ഒരുപക്ഷെ ICU അവിടെയായിരിക്കുമല്ലേ? അപ്പോൾ എൻ്റെ സച്ചുവേട്ടൻ ICUവിലാണോ? അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു. മറുപടിയൊന്നും പറയാതെ ആ പോലീസുകാരൻ അവർക്ക് മുൻപേ നടന്നു. വലിയൊരു ഇടവഴിയിൽ കൂടി അവർ എത്തിപ്പെട്ടു നിന്നത് ഇരുട്ട് നിറഞ്ഞ ഒരു കെട്ടിടത്തിനുള്ളിലാണ്. ആ ആശുപത്രി കെട്ടിടത്തിൻ്റെ ആളൊഴിഞ്ഞ മൂലയിൽ അവർ നിന്നു. അവിടെ വല്ലാത്ത ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നു. ഭയപ്പെടുത്തുന്ന വല്ലാത്തൊരു മൂകത അവരെ പൊതിഞ്ഞു. മെർലിൻ സംശയത്തോടെ ചുറ്റും നോക്കി. മുന്നോട്ട് വലിയൊരു ഗ്രില്ലാണ്. അത് താഴിട്ട് പൂട്ടിയിരിക്കുന്നു. ഞാനോർത്തു ഇന്നിനി വരില്ലായിരിക്കുമെന്ന്. അത് പറഞ്ഞുകൊണ്ട് അല്പം പ്രായമായ ഒരു മനുഷ്യൻ ആ ഗ്രില്ല് തുറന്നു. വന്നോളൂ, അവർക്കൊപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. വല്ലാത്ത ഭയത്തോടെ റോഷൻ്റെ കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് മെർലിൻ വിറയ്ക്കുന്ന കാലടികളോടെ ആ ഗ്രില്ലിനകത്തേക്ക് നടന്നു. ഭിത്തിയിൽ ചോരയുടെ നിറമുള്ള അക്ഷരങ്ങൾ കൊണ്ട് എഴുതി വച്ചിരിക്കുന്ന ആ വാക്കിൽ മെർലിൻ്റെ കണ്ണുകൾ ഉടക്കി. മോർച്ചറി. ആ വാക്ക് വായിച്ചെടുത്തപ്പോൾ മെർലിന് തല കറങ്ങും പോലെ തോന്നി. കണ്ണിൽ എന്തെന്നില്ലാത്ത ഇരുട്ടു പടരുന്നു. അവൾ ഒരാശ്രയത്തിനു വേണ്ടി ചുറ്റും തിരയുമ്പോൾ തന്നോട് ചേർന്ന് നടന്നിരുന്ന റോഷൻ്റെ ശരീരത്തിൻ്റെ ഭാരം കൂടുന്നത് അവൾ അറിഞ്ഞു. മെർലിൻ വല്ലാത്തൊരാന്തലോടെ അവനെ പിടിക്കാനായി ശ്രമിച്ച് പരാജയപ്പെട്ട് നിലത്തേക്ക് പതിച്ചു. പെട്ടെന്ന് കൂടെയുള്ള പോലീസുകാരൻ റോഷനെ താങ്ങി. സെക്യൂരിറ്റിയും ഓടി വന്ന് അദ്ദേഹത്തെ സഹായിച്ചു. ഈ വെള്ളം കുടിക്കുക. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ഇല്ല, എൻ്റെ സച്ചുവേട്ടന് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ കാർ അത് സച്ചുവേട്ടൻ്റെതല്ല. വേണ്ട, നമുക്ക് പോകാം. പോലീസുകാരൻ നീട്ടിയ വെള്ളക്കുപ്പി തട്ടിയെറിഞ്ഞുകൊണ്ട് മെർലിൻ അലറിക്കരഞ്ഞു. തൻ്റെ മുൻപിൽ കണ്ടതൊന്നും സമ്മതിക്കാനുള്ള മനസ്സില്ലാതെ അവൾ എന്തൊക്കെയോ പുലമ്പാൻ തുടങ്ങി. ഡോക്ടർ, വികാരങ്ങൾക്കും അതീതമാണ് സത്യങ്ങൾ. അതുകൊണ്ട് ഇത് സത്യമാണോ എന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇപ്പോൾ ഡോക്ടർക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാനാകൂ. അത് സച്ചുവാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അത് സച്ചുവല്ലെന്ന് ഉറപ്പിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരു ഡോക്ടറായ താങ്കൾ തന്നെ ഇങ്ങനെ പെരുമാറിയാൽ? പെട്ടെന്ന് അവിടേക്കെത്തിയ മുതിർന്ന ഉദ്യോഗസ്ഥൻ മെർലിൻ്റെ അടുത്തേക്കിരുന്ന് ശാന്തമായി പറഞ്ഞു. പ്ലീസ് ഗിവ് മീ സം ടൈം. അത് പറഞ്ഞുകൊണ്ട് മെർലിൻ തകർന്ന മനസ്സോടെ ഭിത്തിയിലേക്ക് ചാരിയിരുന്നു. മുട്ടുകളിലേക്ക് മുഖം താഴ്ത്തിവെച്ചു. ഒന്ന് അലറിക്കരയണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ സാധിക്കുന്നില്ല. കുറേയേറെ നേരം അവൾ അതേ ഇരിപ്പിരുന്നു. ഉദ്യോഗസ്ഥൻ ശാന്തതയോടെ ആ ദുരന്തത്തെ അഭിമുഖീകരിക്കാനുള്ള അവളുടെ തിരിച്ചുവരവിനായി കാത്തുനിന്നു. അത് സച്ചുവേട്ടനായിരിക്കില്ല. പിന്നെ ഞാനെന്തിനാ ഭയപ്പെടുന്നത്? ഒരിക്കലും ദൈവം ഇത്രയേറെ ക്രൂരനല്ല. വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം ചേർത്തു വെച്ചവരാണ് സച്ചിനും ജാസ്മിനും. അവർ ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അവരുടെ കുടുംബം അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനൊരു പോറൽ പോലും ഏൽക്കാൻ ദൈവം സമ്മതിക്കില്ല. ഇല്ല, തളർന്നിരിക്കാനുള്ളതല്ല ഈ സമയം. അങ്ങനെ ഓർത്തുകൊണ്ട് അവൾ ആത്മവിശ്വാസത്തോടെ ചാടി എഴുന്നേറ്റു. വാ സാറേ, അതെന്തായാലും എൻ്റെ സച്ചുവേട്ടനല്ല. പിന്നെ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ വന്ന് അല്ല എന്ന് തീർത്തു പറയാം. അത് പറഞ്ഞുകൊണ്ട് അവൾ ഉദ്യോഗസ്ഥനോടൊപ്പം മോർച്ചറിക്കകത്തേക്ക് നടന്നു.
അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവൾ അറിയുകയായിരുന്നു മരണത്തിൻ്റെ ഭീകരമായ ഗന്ധം. തങ്ങൾക്ക് നഷ്ടപ്പെട്ട ശരീരത്തിൽ തിരിച്ചു കയറാൻ ശ്രമിക്കുന്ന ആത്മാക്കളുടെ നിറസാന്നിധ്യം. മരണത്തിൻ്റെ ഭീകരമായ തണുപ്പ് തൻ്റെ ശരീരത്തിലേക്കും ബാധിക്കുന്നു. കാലുകൾ വല്ലാതെ കോച്ചി വലിക്കുന്നു. മെർലിൻ ചുറ്റും നോക്കി. വെള്ളത്തുണികളാൽ മൂടപ്പെട്ട ഒട്ടനവധി ശവശരീരങ്ങൾ തനിക്ക് ചുറ്റും നിന്ന് പല്ലിടിച്ച് കാണിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പഠിച്ചിരുന്ന കാലത്ത് ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ജീവനില്ലാത്ത ഇവരെപ്പോലുള്ളവരെ. പക്ഷേ അന്നൊരിക്കലും തോന്നിയിട്ടില്ലാത്ത പേടി ഇന്ന് എന്തോ മനസ്സിനെ വല്ലാതെ കീഴടക്കുന്നു. അവൾ ആശ്വാസത്തിനായി ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. സർ, ഇതാണ്. അവർക്ക് മുൻപേ നടന്നിരുന്ന സെക്യൂരിറ്റി മുന്നോട്ടു പോയി വെള്ളവസ്ത്രങ്ങളാൽ മൂടപ്പെട്ട ഒരു രൂപത്തിന് മുൻപിൽ നിന്നു. താൻ ആ തുണിയൊന്ന് മാറ്റിക്കേ. ആ കുട്ടി ബോഡി ഐഡൻറ്റിഫൈ ചെയ്യട്ടെ. അങ്ങനെയെങ്കിൽ ബാക്കി പ്രൊസീജിയേഴ്സ് എളുപ്പമുണ്ടാകും, അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു. അത് സച്ചു ആകാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. വേദനിപ്പിക്കുന്ന മുഹൂർത്തങ്ങളിലൂടെ ആരോ ഒരാൾ തുടരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുതേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നാളെ അടുത്ത ഭാഗവുമായി വരും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.